ഇത്രയും അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്കാൻ ചെയ്തതിനകത്ത് ഈ സൈഡിൽ ഒരു മഴയുണ്ടായിരുന്നു. വളരെ വ്യക്തതയോടെ ഡോക്ടർ പറഞ്ഞു ഇത് വയറൊക്കെ കുത്തി പരിശോധിക്കും എന്നാൽ വളരെ വിഷമത്തിലായിരുന്നു. എന്തെങ്കിലും വലിയ അനർത്ഥം സംഭവിക്കുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. കുറേ നാൾ അത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അത് പരിശോധിക്കാൻ കൊടുക്കുന്ന ഡോക്ടറിൻ്റെ സമയത്തിന് വേണ്ടി. അപ്പം അതുവരെ ഞങ്ങളിങ്ങനെ വേദനയോടെ പ്രേക്ഷകരോട് മുന്നോട്ട് പോയി ഒത്തിരി പ്രാർത്ഥിച്ചു. അസുഖം ഡോക്ടറെ കാണാനായിട്ട് കയറുന്ന സമയത്ത് ദൈവത്തിൻ്റെ അഭിഷേകത്തിനെ വിളിച്ച് ഇന്നലെ പ്രാർത്ഥിക്കണം, ഇന്നലെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു അപ്പം സ്വർഗത്തിൻ്റെ അപ്പനോട് കർത്താവിൻ്റെ അഭിഷേകത്തിനോട് പറഞ്ഞപ്പോൾ ആ നിമിഷം ഡോക്ടർ ഇത് എന്തിനാണ് ഇത് സ്കാൻ ചെയ്തതിൻ്റെ കാര്യമുണ്ടോ എന്നാണ് ഞങ്ങൾ ഞെട്ടിപ്പോകും. കാരണം മനുഷ്യന്റെ വാക്കുകൾ കൊണ്ട് നീണ്ട 2 ആഴ്ച ഞങ്ങൾ വേദനിച്ചു. മനുഷ്യന്റെ വാക്കുകൾ ദൈവത്തിന്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചു, ഞങ്ങളും പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ സമയം പെട്ടെന്നായിരുന്നു എന്ത് റിസൾട്ട് കിട്ടുക. ആ വിഷമത്തിൽ അധികം സഞ്ചരിക്കേണ്ടി വന്നില്ല. മാതാവ് അതിനെ തുടർന്ന് ഒരു രോഗവും ഇല്ല, ഒരു ഗുളികയും കഴിക്കേണ്ടി വന്നില്ല. മഴയൊന്നും ഇല്ല. അത് എന്ത് നല്ലത് സ്കാൻ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നോക്കുമ്പോൾ എന്താണല്ലോ ഒരു കുത്തി പരിശോധിക്കാൻ പറയുന്നത്. ആ ഡോക്ടർ പറഞ്ഞ ഒരു ആവശ്യമില്ല, എന്തിനാ ഇതിങ്ങനെ കൊണ്ടുവന്നാണ് പറഞ്ഞത്. സാക്ഷി പറയുന്നു. ബുധനാഴ്ച ചെക്കപ്പിന് കൊണ്ടുപോയായിരുന്നു. പരിശോധനയെല്ലാം കഴിഞ്ഞ് പരിശോധിച്ചൊന്നുമില്ല. ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാ കാര്യങ്ങളും പരിശോധിച്ചെല്ലാം ക്ലിയറാണ്. പക്ഷേ നിങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ ഈ നാൾ വരെയും ഞാൻ പ്രയാസത്തിൽ കഴിഞ്ഞെങ്കിലും തിരിച്ചുകൊണ്ടെന്ന് സാക്ഷി പറയാനുള്ള അനുഭവം വരുമെന്നാണ് എനിക്ക് പറഞ്ഞത്. നന്ദി പറയുന്നത് ദൈവത്തോട്. പരിശോധിച്ചു, തൈറോയ്ഡ് നോക്കി, തൈറോയിഡില്ല, ബ്ലഡിന്റെ അളവ് നോക്കി, നോക്കി എല്ലാം കറക്റ്റാണെന്ന് ഡോക്ടർ പറയാം. ഈ പറഞ്ഞിരിക്കുന്ന ആളെ അവിടെ പഠിച്ചാലേ 10 ദിവസം ജീവിച്ചിരിക്കുന്ന പോലെ ക്യാൻസറോളം ബാധിച്ച് ശരീരം മുഴുവൻ ഫിറ്റ് ചെയ്തിട്ട് നെയ്യ തിരുവനന്തപുരം, കോട്ടയം, ചങ്ങനാശ്ശേരി, RCC എല്ലാം ഉപേക്ഷിച്ച ആളാ ഈ സൗകര്യപ്പെടുന്നത്. ഈ രോഗങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ബ്ലഡിന്റെ അളവ് കറക്റ്റ്, ESR കറക്റ്റ്, തൈറോയ്ഡ് രോഗമില്ല, എല്ലാം നോർമൽ, രോഗമില്ല. കെട്ടിക്കിടക്കുമായിരുന്നു, കുത്തിയെടുത്ത് 2 പ്രാവശ്യം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് അത് പാരമെന്ന് പറഞ്ഞു.